ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മുടെ വീടിൻ്റെയൊക്കെ നമ്മൾ പ്ലംബിങ്ങിൻ്റെ ലൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ബാത്റൂമിൽ നിന്നും ഔട്ട് സൈഡ് നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തോളം നോക്കാൻ പോകുന്നത്. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കി തന്നെ അറിയാൻ പറ്റും. ഏകദേശം പൈപ്പുകളെല്ലാം തന്നെ, അതായത് നമ്മുടെ വീടിൽ നിന്നും ഏകദേശം ഒരടിയോളം താഴ്ചയിൽ, അതുപോലെ തന്നെ ഒരടിയോളം വീതിയുള്ള ഒരു ചെറുതായിട്ട് കുഴിയെടുത്തതിന് ശേഷമാണ് നമ്മുടെ പൈപ്പുകളെല്ലാം അതിലൂടെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ മണ്ണിട്ട് മൂടി കഴിയുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന രീതിയിൽ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കട്ട വിരിക്കുന്നതിന് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ചിട്ട് വേണം നമ്മൾ താത്തി വേണം ഇടാനായിട്ട്. മിനിമം നമ്മുടെ നമ്മുടെ തറയുടെ ആ ബെൽറ്റ് അരഞ്ഞാണെന്ന് പറയും, അതിൻ്റെ ആ ബെൽറ്റിൻ്റെ അളന്ന് പറയുന്നത് മിനിമം നമുക്ക് 45 സെൻറ്റിമീറ്ററാണ് മിനിമം ഏറ്റവും കുറഞ്ഞത് വേണ്ടത്. 40 സെൻറ്റിമീറ്റർ ആയാലും പ്രശ്നമില്ല. അപ്പോൾ അതിന് മുകളിലേക്ക് വരുന്നത്, അതായത് 40 സെൻറ്റിമീറ്റർ കഴിഞ്ഞതിന് ശേഷം താഴെ എല്ലാം തന്നെ മണ്ണിട്ട് മൂടി നമുക്ക് കളയാം. അപ്പോൾ അത്രയും ലെവലിൽ വേണം, ആ ലെവലിൽ വേണം നമുക്ക് പൈപ്പുകളെല്ലാം ക്ലിയർ ചെയ്ത് പോകാനായിട്ട്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഇഞ്ച് പൈപ്പ് ഏറ്റവും മുകളിൽ നിന്ന് വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് വരുന്ന ബാത്റൂമിൻ്റെ ഡ്രൈനേജും അതുപോലെ തന്നെ കുളിക്കുന്ന വെള്ളമാണ് ഈ വന്നിരിക്കുന്നത്. അത് നമ്മൾ ഒരു ബെൻഡും 45 വെച്ചിട്ട് അടുത്ത ബാത്റൂം താഴെയുണ്ട്, ആ താഴെ ബാത്റൂമിലേക്ക് ഇട്ടിട്ട് നേരെ 45 ഇട്ടിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതായത് ഈ രണ്ട് ബാത്റൂമുകൾ, മുകളിൽ നിന്ന ബാത്റൂമും താഴെയുള്ള ബാത്റൂമുകളോട് ഒന്നിച്ച് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ കുഴിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കുളിക്കുന്ന വെള്ളം വരുന്നത് നമ്മൾ ഇതുപോലെ തന്നെ ഡോർട്ടിയിട്ട് കണക്ട് ചെയ്ത് അവിടെ ഒരു എയർ കൗളും കൂടി കൊടുത്തിട്ടുണ്ട്. എയർ പോകാൻ വേണ്ടിയിട്ടാണ്, ഡ്രൈനേജിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊന്നും ഒരിക്കലും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വാട്ടർ ലൈനാണ്. അതായത് ഈ സൈഡിൽ വരുന്ന ബാത്റൂമിൻ്റെ വാട്ടർ ലൈൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് നേരെ 1 ഇഞ്ച് പൈപ്പാണ്. 1.5 ഇഞ്ച് പൈപ്പാണ് നമ്മുടെ ടാങ്കിൽ നിന്ന് വരുന്നത്. അത് വന്നതിന് ശേഷം നേരെ 1 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ബാത്റൂമിൻ്റെ അകത്തെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത് CPVC പൈപ്പായതുകൊണ്ട് എല്ലാം കൊടുത്തിരിക്കുന്നത് CPVC ആണ്. അതുകൊണ്ട് CPVC നമ്മൾ കൺവേർട്ട് ചെയ്ത് PVCയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഫിറ്റിങ്സ് FTA MTA ആയിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഒരു വാൽവ് കൂടി കൊടുത്തിരിക്കുന്നു. എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ബാത്റൂമിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു വാൽവ് കൂടി കൊടുത്തിരിക്കുന്നു. ആ വാൽവ് നമ്മൾ ഒരു താഴെയായിട്ട്, അതായത് നമ്മുടെ ആ കെട്ടിൻ്റെ താഴെയായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നു. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈനേജിൻ്റെ വെള്ളം നമ്മൾ സെപ്പറേറ്റ് കൊണ്ടുപോയി, പിന്നെ അതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു ഡ്രൈനേജിൻ്റെയും കൂടി ഉണ്ട് മുകളിൽ നിന്ന് വരുന്നത്, അത് നമ്മൾ സെപ്പറേറ്റ് ആണ് കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോട്ടറിലേക്കുള്ള പൈപ്പ് പോകുന്നുണ്ട്, 1 ഇഞ്ച് പൈപ്പ് വരുന്നുണ്ട്. പിന്നെ മോട്ടറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന വയറും ഇതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ നിന്ന് വരാനുള്ളത് അതും കൂടി നമ്മൾ ഈ ഏരിയയിലേക്ക് കൊണ്ടുപോയി. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈനേജിൻ്റെ സിസ്റ്റം നമ്മൾ ഇവിടെയാണ് വരുന്നത്. ഇത് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിന് വേണ്ടിയുള്ള റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കുളിക്കുന്ന വെള്ളം കംപ്ലീറ്റ് അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 4 ഇഞ്ച് പൈപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ആ സൈഡിൽ കാണുന്നതാണ് അത് സെപ്റ്റിക്കിൻ്റെ കുഴി വരുന്നത്. ഈ കുഴിയിലേക്ക് നമ്മളൊരു മെയിൻ ഹോൾ കൊടുക്കുന്നു. മാൻ ഹോൾ കൊടുത്തതിന് ശേഷം എല്ലാ സെക്ഷനിൽ നിന്ന് വരുന്ന പൈപ്പുകളെല്ലാം ഇവിടെ മാൻ ഹോളിൽ കയറ്റിയതിന് ശേഷം അതിൽ നിന്നാണ് നമ്മൾ സെപ്റ്റിക്കിലേക്ക് കൊടുക്കുന്നത്. അത് എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് തുറന്നു നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു മാൻ ഹോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പുറത്തെ പ്ലംബിങ് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.